ഹലോ, ഐ എം സാരംഗി ആൻഡ് വെൽക്കം ടു മൈ വ്ലോഗ്. 2025 അങ്ങനെ കഴിയാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഫൈനലി ഇത് 2026ലേക്കുള്ള വിഷൻ ബോർഡിൻ്റെ വീഡിയോ ആണ് കേട്ടോ. കഴിഞ്ഞ കൊല്ലം 2025ലേക്കുള്ള വിഷൻ ബോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ബോർഡായിട്ടൊന്നുമല്ല, ഇതുപോലെ ജേർണലിൻ്റെ ഫ്രണ്ട് പേജിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ മാനിഫെസ്റ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പ്രിൻ്റ് എടുത്തിട്ട് ഒട്ടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഗ്രേറ്റ്ഫുള്ളി കുറേ കാര്യങ്ങൾ എനിക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റി. ചില കാര്യങ്ങളൊന്നും നടന്നില്ല, പക്ഷേ എന്നാലും ഞാൻ ഹാപ്പിയാണ്. കാരണം നമ്മൾ വിചാരിക്കാത്ത പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഞാൻ വിഷൻ ബോർഡ് ചെയ്തിരുന്ന സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. അത് ഈ വർഷം തിരുത്താൻ ഞാൻ തീരുമാനിച്ചു. ഫസ്റ്റ് നമ്മളെ ഗോൾസിനെ പറ്റിയിട്ട് നല്ലൊരു ക്ലാരിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് മാനിഫെസ്റ്റ് ചെയ്യേണ്ട കുറേ ഡ്രീംസും കാര്യങ്ങളൊക്കെ ഞാൻ പ്രിൻ്റ് എടുത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതെങ്ങനെ അച്ചീവ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇപ്രാവശ്യം ചെയ്യാൻ പോകുന്നത് അതിനെ പറ്റിയിട്ട് നല്ലൊരു ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പം ഓരോ പോയിൻ്റായിട്ട് നമ്മുടെ ഗോൾസ് എഴുതിയതിന് ശേഷം അതിനെ സബ് പോയിൻറ്റ്സ് ആയിട്ട് അതെങ്ങനെ അച്ചീവ് ചെയ്യണം എന്നുള്ളത് എഴുതി വെക്കുകയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ഫിറ്റ് ബോഡി അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ആദ്യം നോക്കി വെക്കുക. അതായത് ജിമ്മിൽ പോകേണ്ടതായിട്ടുണ്ട്, ഡയറ്റ് പ്ലാൻ കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, അതുപോലെ ഷുഗർ കട്ട്, ഫുഡ് കൺട്രോൾ. ഇപ്പം ഇനി ജിമ്മ് തന്നെയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആയിരിക്കും എനിക്ക് പ്രോപ്പറായിട്ട് വർക്കൗട്ട് ആവുക, ഇതൊക്കെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഗോൾസൊക്കെ നമ്മൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പാണ് പിൻട്രസ്റ്റിൽ പോയിട്ട് നമുക്ക് അതിന് ആപ്റ്റായിട്ടുള്ള പിക്ചേഴ്സ് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പം ഞാൻ ജസ്റ്റ് പിൻട്രസ്റ്റിൽ പോയിട്ട് 2026 ഗോൾസ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം കുറേ ഇതുപോലത്തെ 2026ലേക്ക് വേണ്ട എസ്തെറ്റിക് ആയിട്ടുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അതുപോലെ അതിൻ്റെ ഒപ്പം തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് കുറേ നമുക്ക് വേണ്ട മോട്ടിവേഷണൽ കോട്ട്സൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പിക്ചേഴ്സിനെക്കാട്ടിലും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്നത് വേർഡ്സിനായിരിക്കും. അപ്പോൾ ഇത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻവ എന്ന് പറയുന്ന ആപ്പിൽ പോയിട്ട് ടെംപ്ലേറ്റ്സിൽ A3 എന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പം ആ ഒരു സൈസിൽ ഇതുപോലൊരു ബ്ലാങ്ക് പേജ് ഓപ്പൺ ആയിട്ട് വരും. എന്നിട്ട് അതിൻ്റെ അടിയിൽ തന്നെ ക്യാമറ റോൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലേക്ക് നേരിട്ട് പോകും. അതിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ നേരെ ഈ ഒരു പേജിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അതിൻ്റെ സൈസൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്രോപ്പൊക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാ പിക്ചേഴ്സിനും ഒരേ സൈസ് മതി എന്നുണ്ടെങ്കിൽ ഇതുപോലെ എലമെൻറ്റ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രെയിംസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടും. എന്നിട്ട് ആ ഒരു ഫ്രെയിംസ് ഇതിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് പിക്ചേഴ്സ് റീപ്ലേസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പിക്ചേഴ്സും ഒരേ സൈസിലായി കിട്ടും കേട്ടോ. ഇതുപോലെ ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുള്ള എല്ലാ പിക്ചേഴ്സും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ കാണുന്ന ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ ഗാലറിയിലേക്ക് വന്നോളും. അപ്പം ഈ ഡിസൈൻ ചെയ്ത് വച്ചതൊക്കെ പ്രിൻ്റ് എടുക്കാനായിട്ടും കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ വാങ്ങാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുറത്ത് പോയതായിരുന്നു. ഞാനും എൻ്റെ കസിൻ സിസ്റ്ററും കൂടിയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് എവറി സൺഡേ ഇതുപോലെ സ്റ്റേഷനറി ഐറ്റംസ്, ഡെക്കോർ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. കാരണം നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് A3 സൈസിലാണ് കേട്ടോ പ്രിൻ്റ് എടുത്തത്. ഈ ഒരു ബോർഡാണ് ഞാൻ വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതിനെന്താ കറക്റ്റ് പറയാമെന്ന് എനിക്കറിയില്ല. ഇത് വീട്ടിൽ തന്നെ ഉള്ളൊരു സാധനമായിരുന്നു. ഇൻറ്റീരിയർ വർക്കിനൊക്കെ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ളതാണ്. അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇസ്കിയതാണ്.
ഇത് പ്രിൻ്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല കേട്ടോ. നമ്മൾ ക്യാൻവയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ടുള്ള ഡിസൈന് നേരെ പ്രിൻറ്റിങ് ഷോപ്പിൽ പോയിട്ട് അവർക്ക് അവിടെ വാട്സപ്പിൽ ഡോക്യുമെൻ്റ് ആയിട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സൈസിലാണോ വേണ്ടത് അതിങ്ങനെ കളർ പ്രിൻ്റ് ആയിട്ട് അവർ പ്രിൻ്റ് എടുത്ത് തരും. ഞാനിത് പ്രിൻ്റ് എടുക്കാനായിട്ട് പോകാറുള്ളത് ഒരു സ്റ്റേഷനറി സ്റ്റോറിലാണ്. അപ്പോൾ അവരങ്ങനത്തെ ഒരു എന്താ പറയുക സർവീസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എവിടെയെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് പ്രിൻ്റ് എടുക്കുക എന്നുള്ളത് ഒരു ഈസി ആയിട്ടുള്ള മെത്തേഡായിരിക്കും. അപ്പോൾ ഈ പ്രിൻ്റ് എടുത്തതൊക്കെ ഓരോ പിക്ചേഴ്സായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു വിഷൻ ബോർഡ് എന്ന് പറയുന്നത് ഞാനൊരു ഡെമോ വേർഷൻ ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അതായത് എൻ്റെ 2026 ഏറ്റവും വലിയൊരു ഗോളാണ് പ്രൈവസി എന്ന് പറയുന്നത്. ഈവൻ ദോ ഞാനൊരു കോണ്ടൻറ് ക്രിയേറ്റർ ആണെങ്കിൽ പോലും എൻ്റെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും രണ്ടും സെപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ട്. അതായത് ഒരു കൃത്യമായിട്ടുള്ളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടതായിട്ടുമുണ്ട്. എസ്പെഷ്യലി ഇങ്ങനത്തെ പേഴ്സണൽ ഗോൾസ് കാര്യങ്ങളൊക്കെ പബ്ലിക്കായിട്ട് വന്ന് പറയുന്നതിനോട് എനിക്കൊരു യോജിപ്പില്ല. അതായത് എനിക്ക് കണ്ണേറ് അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും വിശ്വാസം ഉണ്ടായിട്ടല്ല. ബട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ അച്ചീവ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരു പബ്ലിക്കിൽ വന്ന് പറയുന്നതിൽ നല്ലത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ട് വന്ന് പറയുന്നതായിരിക്കും. ഇനിയിപ്പം ഏതൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഗോൾസ് പ്ലാൻസൊക്കെ ആദ്യമേ പോയിട്ട് ഒരാളോട് പറയാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. നമ്മളത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവരും അറിയട്ടെ, അങ്ങനെ ആയിരിക്കും അത് നന്നാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുമല്ല എന്താ പറയുക, ഏതൊരു വ്യക്തിയാണെങ്കിലും ലൈഫിൽ കുറച്ച് പ്രൈവസി ഉള്ളത് വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നീട് നമ്മുടെ ലൈഫിനത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ ഒരു വിഷൻ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നിങ്ങൾ ഓഡിയൻസിന് ഇത് കാണുമ്പം എന്തൊക്കെ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യേണ്ടതെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ എൻ്റെ പേഴ്സണൽ ഒരു എന്താ പറയുക വിഷൻ ബോർഡല്ല ഇത്. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പിന്നെ അതിൽ ചേഞ്ചസൊക്കെ വരുത്തുന്നതായിരിക്കും. ഇത് ഒട്ടിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ആദ്യമേ ഇത് എങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ ഉള്ളതൊന്ന് വെച്ച് നോക്കുകയാണ്. കാരണം ഇത് നമ്മൾ ആദ്യമേ തന്നെ ഒട്ടിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈസൊന്നും പിന്നെ അഡ്ജസ്റ്റ് ആവാതായിപ്പോവും. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇത് ആക്ച്വലി ഒരു ഡെമോ വേർഷനാണ്. എൻ്റെ പേഴ്സണലി എനിക്ക് വേണ്ട ഒരു വിഷൻ ബോർഡല്ല. ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഓഡിയൻസിന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എനിക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളും ഇതിലുണ്ട്. ഞാൻ കുറച്ച് ചേഞ്ചസൊക്കെ എന്തായാലും ഇതിൽ വരുത്തുന്നതായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങളുടെ ഒന്നും കയ്യിൽ ഇതുപോലത്തെ ബോർഡൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാർഡ് ബോർഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ എന്താ പറയുക പെയിൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പേപ്പർ വെച്ച് റാപ്പ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മതി. ഇനിയിപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ജേണലിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ ഒട്ടിച്ച് കഴിഞ്ഞാൽ മതി. ഞാൻ കഴിഞ്ഞ വർഷം ഇതുപോലെ ജേണലിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത് ഇതുപോലെ പ്രൈവസി മാറ്റേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വിഷൻ ബോർഡ് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത്. സത്യം പറഞ്ഞ ഒരു വിഷൻ ബോർഡ് എന്നായിട്ട് ഞാൻ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഞാനിതൊന്നും ഇവിടെ അറേഞ്ച് ചെയ്ത് വെക്കാമെന്നൊന്ന് നോക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ഡെസ്കിൻ്റെ സൈഡിലാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് വോളിൽ സ്റ്റിക്ക് ചെയ്യുക എന്നുള്ളത് അത്ര ഒരു ഈസി ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ വിൻഡോ സൈഡിൽ വെക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ചുറ്റും കുറച്ച് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഗൈസ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.